നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1020th day. Today 28th sloka of Pradhama Skandam, 13th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. 1020 ദിവസം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിതോ ഹ്യാജമീഢ ചിത്വാ ശേഷു സ്നേഹപാശാന്ദ്രഡിംനോ നിശ്ചക്രാമ ഭ്രാതുസന്ദശ്ചിതാദ്വാ. ഓം തത്സത്. ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിതോ ഹ്യാജമീഢ ചിത്വാ ശേഷു സ്നേഹപാശാന്ദ്രഡിംനോ നിശ്ചക്രാമ ഭ്രാതുസന്ദശ്ചിതാദ്വാ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഏവം രാജ വിദുരേണ അനുജേന വിദുരേണ അനുജേന പ്രജ്ഞാ ചക്ഷു അവബോധിതോ ഹ്യാജമീഢ ചിത്വാ സ്വേഷു സ്നേഹപാശാൻ ദൃഢിംനോ നിശ്ചക്രാമ ഭ്രാത് സന്ദർശിതദ്വാ. ചിത്വാ സന്ദർശിത അധ സന്ദർശിതാദ്വാ. ചിത്വാ ഭ്രാത് സന്ദർശിതാദ്വാ. ഓം തത്സത്. അർത്ഥം: അനുജേന വിദുരേണ അനുജനായ വിദുരരാൽ ഏവം ഇപ്രകാരം ബോധിക്കപ്പെട്ട അജമീഢ വംശത്തിൽപ്പെട്ട കുലത്തിൽ ജനിച്ചവനായ പ്രജ്ഞാചക്ഷു രാജ, അന്ധനായ പ്രജ്ഞയില്ലാത്ത ചക്ഷുസോടുകൂടിയ രാജാവ്, അന്ധനായ രാജാവ് സ്വേഷു സ്വജനങ്ങളാൽ ദൃഢമായിരിക്കുന്ന സ്നേഹപാശങ്ങളെ ചിത്വ ഛേദിച്ചിട്ട് ഭ്രാതു സന്ദർശിതാദ്വ ഭ്രാതാവിനാൽ സന്ദർശിക്കപ്പെട്ട അല്ലെങ്കിൽ കാട്ടിത്തരപ്പെട്ട മാർഗത്തോടു കൂടിയവനായിട്ട് നിശ്ചക്രാമ നിർഗമിച്ചു. പറയുകയാണ്, അജാമീഢ വംശത്തിൽ ജാതനും അന്ധനുമായ ധൃതരാഷ്ട്രയാണ് ഇപ്രകാരം വർണ്ണിക്കുന്നത്. രാജാവ് അനുജനായ വിദുരലാൽ ഈ വിധം ബോധിക്കപ്പെട്ടപ്പോൾ സ്വജനങ്ങളിൽ ബലമായി ഉറച്ചിരുന്ന സ്നേഹപാശത്തെ, സ്നേഹരൂപമായിട്ടുള്ള ആ കയറുകളെ, പാശങ്ങളെ എല്ലാം മുറിച്ച് സഹോദരൻ കാട്ടിക്കൊടുത്തതായിട്ടുള്ള ആ വഴിയിൽ ബന്ധമോക്ഷ മാർഗത്തെ അറിഞ്ഞ് ഗൃഹത്തിൽ നിന്നും പുറപ്പെട്ടു പോയി. ഇനിയും ഇവിടെ ഇരിക്കരുത്, എത്രയും വേഗം ഇവിടെ നിന്ന് പുറപ്പെടണമെന്ന് വിദുരർ പറഞ്ഞതനുസരിച്ച് ആ കാട്ടിക്കൊടുത്ത വഴിയിൽ അത് തൻ്റെ ഉള്ളിൽ ഉറക്കുകയും അത്ര നാളും അതിലൊന്നും ആഗ്രഹമില്ലാതിരുന്ന അന്ധനും ആജമീഢ വംശത്തിൽ ജനിച്ചവനുമായിട്ടുള്ള ഇദ്ദേഹം അനുജൻ കാട്ടിക്കൊടുത്ത വഴിയിലേക്ക് മോക്ഷത്തിനായിക്കൊണ്ട് വീട്ടിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് രാജധാനിയിൽ നിന്നും പുറപ്പെട്ടു പോയി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിതോ ഹ്യാജമീഢ ചിത്വാ ശേഷു സ്നേഹപാശാന്തഡിംനോ നിശ്ചക്രാമ ഭ്രാതുസന്ദർശിതാദ്വാ. ഓം തത്സത്.
പ്രജ്ഞാചക്ഷു ബോധിതോ എന്നുള്ളത് പ്രജ്ഞാചക്ഷു ബോധിതോ, അവബോധം ചെയ്യുന്നതും ബോധം ചെയ്യുന്നതും മാതിരി ചക്ഷുസ് കാണാത്ത, കണ്ണ് കാണാത്ത ഇദ്ദേഹത്തിന് ബോധിപ്പിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. എല്ലാവരുടെയും നന്മ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.